guys, welcome back. It's me cyrilgeorge. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കാത്തിരുന്ന OnePlus 8 Proയുടെ ക്വിക്ക് റിവ്യൂയും അതുപോലെ തന്നെ അൺബോക്സിംഗും ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിത് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ക്വാറന്റൈൻ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഡിവൈസ് എനിക്ക് എങ്ങനെ ലഭിച്ചു എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് VR അൺബോക്സിംഗ് ആണ്, വിർച്വൽ റിയാലിറ്റിയിലുള്ള അൺബോക്സിംഗ് ആണ് ഈ OnePlus 8 Proയുടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഫീച്ചർ എന്ന് പറയുന്നത് OnePlus തന്നെ അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് OnePlus 8 Proയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഇത്രയും നാളെ കൊണ്ട് കാത്തിരുന്ന, അതായത് വയർലെസ് ചാർജിങ് OnePlus 8 Proയിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇതെന്ന് പറയുന്നത് വെറും വയർലെസ് ചാർജിങ് അല്ല, 30 watt ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ആണ് OnePlus 8 Proയിൽ നമുക്ക് ലഭിക്കുന്നത്. OnePlus 8 Proയിൽ നമുക്ക് ലഭിക്കുന്ന വയർലെസ് ചാർജിങ് മാത്രമല്ല, കൂടാതെ റിവേഴ്സ് വയർലെസ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് OnePlusന്റെ മണ്ടക്കയിലൊക്കെ വെച്ച് തന്നെ ഹെഡ്ഫോൺസും നമ്മുടെ ഇയർ പീസസും ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയും 120 Hz ഡിസ്പ്ലേ ആണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടറി സ്മൂത്തിനേക്കാൾ പക്ക സ്മൂത്ത് ആയിട്ടൊരു ഡിസ്പ്ലേ ആണ് OnePlus 8 Proയിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് OnePlusന്റെ മുൻപത്തെ ഫോണിലുള്ള നമ്മൾ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ തന്നെയും അതിനായിട്ട് ഡെഫിനറ്റ് ആയിട്ടൊരു IP സർട്ടിഫിക്കേഷൻ വരുന്നില്ലായിരുന്നു. എന്നാൽ OnePlus 8 Proയിലേക്ക് വരുമ്പോഴേക്കും IP68 വാട്ടർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫോണാണ് OnePlus 8 Pro എന്ന് പറയുന്നത്. OnePlus 8 Proയുടെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.78 ഇഞ്ചസ് സ്ക്രീൻ സൈസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുന്നത്. ഇതിനകത്ത് 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ബ്രൈറ്റ്നസ് ഇംപ്രൂവ് ചെയ്തിട്ട് 1300 നിറ്റ് ബ്രൈറ്റ്നസ് ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. പിന്നീട് ഇതിന്റെ ക്യാമറകളിലേക്ക് വരുമ്പോൾ നമുക്ക് 4 ക്യാമറകളാണ് ലഭിക്കുന്നത്. അതായത് ബാക്കിൽ റിയർ ക്യാമറാസ് 4 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത്, അതായത് പ്രൈമറി ക്യാമറയിൽ നമുക്ക് വരുന്നത് സോണി IMX689 സെൻസർ ആണ്. അതുപോലെ വൈഡ് ക്യാമറയിൽ നമുക്ക് 48 മെഗാപിക്സൽ ആയിട്ടുള്ള സെൻസർ ആണ്. പിന്നീട് 8MP ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 5MP കളർ ഫിൽറ്റർ ക്യാമറയും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്ലാഷ് എന്ന് പറയുന്നത് ഡുവൽ LED ടോൺ ആയിട്ടുള്ള ഫ്ലാഷ് ആണ്. പിന്നീട് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴും 16MP ഫ്രണ്ട് ക്യാമറ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലുള്ള പഞ്ച് ഹോൾ ക്യാമറ ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും, അതായത് OISഉം EISഉം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് OnePlus 8 Proയിൽ ലഭിക്കുന്നുണ്ട്. OnePlus 8 Proയുടെ പ്രോസസർ എന്ന് പറയുന്നത് Qualcomm Snapdragon 865 ഒക്ടാ കോർ പ്രോസസർ ആണ്. അതുപോലെ 8GB 12GB എന്ന റാം വേരിയന്റുകൾ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് UFS 3.0 ആണ്. അതുകൊണ്ട് നമുക്ക് ഫയൽ റിസീവിങ്ങിനും ഫയൽ ഷെയറിങ്ങിനും ഒക്കെ വളരെ നല്ലൊരു സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. OnePlus 8 Proയിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് MEMC എന്ന് പറയുന്നത്. MEMC എന്ന് പറയുമ്പോൾ മോഷൻ എസ്റ്റിമേറ്റ് മോഷൻ കമ്പൻസേഷൻ എന്നാണ്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം സാധാരണ വീഡിയോസ് ഒക്കെ 24 FPS-ലും 60 FPS-ലും കാണും. പക്ഷെ നമ്മുടെ ഡിസ്പ്ലേ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hzഉം 120 Hzഉം ആണ്. അപ്പം ഈ ഒരു റിഫ്രഷ് റേറ്റ് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 24 FPS നമ്മൾ കാണുമ്പോൾ ചെറിയൊരു ഷേക്കിങ്ങും ബ്ലർനെസ് പോലെ തോന്നും. അപ്പം ഈ ഒരു വീഡിയോസിനെ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് ഫ്രെയിം എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ഈ MEMCയുടെ ഫംഗ്ഷൻ. അതായത് 24 FPS വീഡിയോസിനൊക്കെ 60 FPS-ലോട്ടും അതുപോലെ 120 FPS-ലോട്ടും ഒക്കെ മാറ്റി നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഈ 120 Hz ഡിസ്പ്ലേ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ MEMCയുടെ ഫംഗ്ഷൻ. ഇതിന്റെ കണക്ടിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. അതായത് വൈഫൈയുടെ ഒക്കെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Wi-Fi 6 എന്ന ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വൈഫൈയിലൊക്കെ നല്ലൊരു സ്പീഡ് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ 5G എനേബിൾ ആയിട്ടുള്ള ഫോണാണ്. അതായത് നമുക്ക് 5G സിംസ് ഒക്കെ യൂസ് ചെയ്യുകയും 5G ഇന്റർനെറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലൊന്നും 5G എനേബിൾ ആയിട്ടില്ല എങ്കിൽ തന്നെയും ഉടൻ തന്നെ വരുന്നതാണ്. വെളി രാജ്യങ്ങളിലൊക്കെ 5G ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ ഫോൺ 5G സിംസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ NFC-യുടെയും ബ്ലൂടൂത്തിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് വരുന്നത് മറ്റ് നമ്മൾ OnePlus 7 Pro കണ്ട പോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4510 mAh ആണ്.
OnePlus 7 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരു 500 mAh ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ വരുന്നത് 30 വാട്ട് ടി ചാർജറാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിങ് എന്നൊരു ഫംഗ്ഷനും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. OnePlus 8 Proയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 199 grams ആണ്. അതായത് നമുക്ക് OnePlus 7 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രാംസ് നമുക്ക് കുറച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് 2 വേരിയൻസ് ആണ്, അതായത് 2 സ്റ്റോറേജ് വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്ന് 8GB റാമും 128GB ഇന്റർണൽ മെമ്മറിയും, രണ്ടാമത്തേത് പറഞ്ഞ് 12GB റാമും 256GB ഇന്റർണൽ മെമ്മറിയും ഉള്ളതാണ്. ഇതിന് മൂന്ന് കളർ വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗ്ലേഷ്യൽ ഗ്രീന്, രണ്ടാമത്തേത് ഓക്സി ബ്ലാക്ക്, മൂന്നാമത് അൾട്രാ മറൈൻ ബ്ലൂ എന്ന 3 കളർ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. OnePlus 8 Proയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2 വേരിയൻസ് അവൈലബിൾ ആണ്. അതായത് ഫസ്റ്റ് വേരിയന്റ് ആയ 8GB റാം 128GB ഇന്റർണൽ മെമ്മറി ഉള്ളതിന് $899 ആണ്. ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 68,000 ആണ്. ഇന്ത്യയിൽ ഇതൊരു ലോഞ്ച് ആയിട്ടില്ല എങ്കിലും ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് 68,000 ആണ്. രണ്ടാമത്തെ വേരിയന്റ് ആയ 12GB റാം 256GB ഇന്റർണൽ മെമ്മറി ഉള്ളതിന് $999 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 75,000 to 76,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നീട് ഇതുപോലുള്ള പുതിയ ടെക്നോളജി കണ്ടന്റ്സിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.